ഹലോ അസ്സലാമലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബീങ് ലു. അപ്പോൾ കുറേ നാളായി ഞാൻ ഇങ്ങനെ വന്ന് എൻ്റെ ഓൺ വോയിസിൽ നിങ്ങളടുത്ത് സംസാരിച്ചിട്ട് ഞാനിങ്ങനെ വ്ളോഗ്സ് ഇടുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, ഒരു ഓൺ വോയിസ് വീഡിയോ കുറേ ആയല്ലോ അപ്പോൾ നമ്മൾ ചെയ്തിട്ട്. എനിക്ക് തോന്നുന്നു ലാസ്റ്റത്തെ വീഡിയോ ലൈഫ് അപ്ഡേറ്റ്സ് എന്തോ ആണ്. പിന്നെ നമ്മൾ തൈലൻഡ് വ്ളോഗ്സ് ഇടുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നുണ്ട്. അതൊക്കെ വോയിസ് ഓവർ കൊടുത്തിട്ട് എന്നല്ലാണ്ട് ഇങ്ങനെ ഒരു ക്യാമറയുടെ മുന്നിൽ വന്നിരുന്ന് സംസാരിച്ചിട്ട് ഏറെക്കുറെ ഒരു 2 months ആയിട്ടുണ്ട്. ഞാനിത് വെച്ചുകൊണ്ടിരുന്ന തന്നവർക്കും അതൊരു സങ്കടമാവും, പിന്നെ അതുപോലെ തന്നെ എനിക്കും അതിൻ്റെ ആ ഒരു വെഡ്ഡിങ് ഫീവർ കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മളിത് അപ്ലോഡ് ചെയ്യുമ്പോൾ രസമില്ലല്ലോ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് വെഡ്ഡിങ് ഗിഫ്റ്റ്സിൻ്റെ വീഡിയോ ആണ്. വെഡ്ഡിങ് ഗിഫ്റ്റ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയിട്ടുള്ള, എൻ്റെ കല്യാണത്തിന് കിട്ടിയിട്ടുള്ള വെഡ്ഡിങ് ഗിഫ്റ്റ്സ് എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഒക്കെ നല്ല അടിപൊളിയായിട്ട് കവറിലൊക്കെ വെച്ച് നല്ല ഫോർമാറ്റിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ വെയിറ്റ് കൂടി, അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് കൂടുമല്ലോ. അപ്പോൾ കൂടിയ സമയത്ത് എനിക്കിതിൻ്റെ കവറിങ്ങും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് അത് മാത്രമായിട്ട് കൊണ്ടുവരേണ്ടി വന്നു. മെയിനായിട്ട് ഈ ഗോൾഡിൻ്റെ ഒക്കെ ബോക്സസ് നല്ല വെയിറ്റ് അല്ലേ, അപ്പോൾ അതൊക്കെ എനിക്ക് മാറ്റിയിട്ട് ഗോൾഡ് മാത്രം എടുക്കേണ്ടി വന്നു. അത് എനിക്കൊരു സങ്കടമുണ്ട്. പക്ഷെ എന്നാലും ഞാൻ എന്തൊക്കെയാണ് കിട്ടിയെന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആൻഡ് ഓൾസോ എനിക്ക് തന്ന ഓരോരുത്തരെയും താങ്ക് ചെയ്യാനും ഉണ്ട് ഈ ഒരു വീഡിയോയിലൂടെ. സോ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പോൾ ആദ്യം എന്ത് വെച്ച് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊന്നും എനിക്കറിയില്ല. ഇത് ഞാൻ എല്ലാ സാധനങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ കാണിക്കുന്നതിൻ്റെ മുന്നേ തന്നെ എനിക്ക് പറയാനുള്ളത്, ഇതൊക്കെ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത എല്ലാവരോടും ഒരുപാട് സ്നേഹം, ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് എന്താ പറയുക, നിങ്ങൾ അത്രയും എന്നെ വാല്യൂ ചെയ്യുന്നതുകൊണ്ടാണല്ലോ എനിക്ക് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഡേയിൽ ഇത്രയും വലിയ സമ്മാനങ്ങളൊക്കെ കൊണ്ടു തന്നത്. അതുകൊണ്ട് എല്ലാവരോടും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് തുടങ്ങാനുള്ളത് ബാക്കാക്കൻ്റെ ഗിഫ്റ്റ്സ് വെച്ചിട്ടാണ്. ബാക്കാക്ക എന്ന് പറയുന്നത് എൻ്റെ നാത്തൂൻ്റെ ഫാദറിനെ ഞാൻ വിളിക്കുന്ന പേര് ബാക്കാക്ക എന്നാണ്, അതായത് ഫിനുവിൻ്റെ ഉപ്പ, മൈ ബ്രദേഴ്സ് വൈഫിൻ്റെ ഫാദർ. ഓക്കെ, സോ അവർ എനിക്ക് 2 ഗിഫ്റ്റ്സ് തന്നിട്ടുണ്ട്. 2 ഗിഫ്റ്റ്സ് ഇൻ ദ സെൻസ് എനിക്കുള്ള ഗിഫ്റ്റും ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ സെമിക്കുള്ള ഗിഫ്റ്റും ഉണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്, ബിക്കോസ് അവിടെയാണല്ലോ സാധനമുള്ളത്, അതുകൊണ്ടാട്ടോ. അപ്പം ഞാൻ എനിക്ക് തന്ന ഗിഫ്റ്റ് ആദ്യം കാണിച്ചു തരാം. ഈ സാധനമാണ്. ഇത് ഫ്രം മൈൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലബാർ ഗോൾഡിൻ്റെ. അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് ഭയങ്കര സ്പെഷ്യൽ ആവാനുള്ള കാര്യം എന്താണെന്നറിയോ, എന്നെ ഒരു ദിവസം ബാഗൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, നീ വായോ, നിനക്ക് ഇഷ്ടമുള്ള സാധനം നോക്കിയിട്ട് നീ തന്നെ വാങ്ങിച്ചോ. ഞാൻ കുറേ നോ എന്നൊക്കെ പറഞ്ഞെങ്കിലും ആൾ എന്നെ കൊണ്ടുപോയിട്ട് എനിക്ക് ഇഷ്ടമുള്ള സാധനമാണ് മേടിച്ചു തന്നത്. നീ സെലക്ട് ചെയ്തിട്ട് ഏതാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞ് സെലക്ട് ചെയ്തിട്ടുള്ളൊരു ഗിഫ്റ്റ്. എനിക്ക് തോന്നുന്നു അങ്ങനെ കൊടുക്കുന്ന ഗിഫ്റ്റ്സ് ആയിരിക്കും ഒന്നും കൂടെ ഭയങ്കര യൂസ്ഫുൾ ആവുക, കാരണം ആൾക്ക് ഇഷ്ടപ്പെട്ടെടുക്കുന്ന സാധനമാണല്ലോ. അപ്പം അങ്ങനെ ഒരു ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ ഇത്. ഇതൊരു ഡയമണ്ട് ബ്രേസ്ലെറ്റ് ആണ്, വെരി പ്രിറ്റി, നല്ല ഭംഗിയാണ്. ഞാൻ വേണമെങ്കിൽ ഇതിട്ട ഫോട്ടോ ഒക്കെ സൈഡിൽ കൊടുക്കാം. താങ്ക് യു സോ മച്ച്. ഇതിനൊരു ഗ്രീൻ സ്റ്റോണൊക്കെ വരുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രീമിയം ലുക്കില്ലേ, അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇത് തന്ന ബാക്കാക്കക്ക് താങ്ക് യു സോ മച്ച്. ഇനി ഞാൻ എനിക്ക് തന്ന പോലെ തന്നെ ആള് സെമിക്കും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബോയ്സിന് ഗോൾഡും ഡയമണ്ടൊന്നും കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പം ആൾക്ക് കൊടുത്തിട്ടുള്ളത് ഇതാ നല്ലൊരു 2 പ്രീമിയം പെർഫ്യൂംസ് ആണ്. എനിക്കിതിനെ പറ്റി വലിയ ഐഡിയ ഇല്ല, കാരണം ഞാൻ അങ്ങനെ പെർഫ്യൂംസിന് ക്രേസ് ഉള്ള ആളല്ല. സെമിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഈ ഒരു പെർഫ്യൂമാണ് ഫസ്റ്റത്തത്. ഡിഫറൻറ്റ് എന്നാണ് തോന്നുന്നു പെർഫ്യൂമിൻ്റെ പേര്. ഇത് തുറക്കാൻ കുറച്ച് പണിയെടുക്കണം എന്ന് ആദ്യം എൻ്റെ അടുത്ത് മറ്റാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സെമി പൊട്ടിച്ചു നോക്കിയ സമയത്ത് കണ്ടില്ലേ, ഭയങ്കര പ്രീമിയം ലുക്കിലുള്ളൊരു സംഭവമാണ്. അറേബ്യൻ ഊദ് ആയതുകൊണ്ട് തന്നെ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള പെർഫ്യൂമാണ്. ഇത് എങ്ങനെയാണ് തുറക്കേണ്ടതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഇതെങ്ങനെ തുറക്കണ്ടേന്നറിയോ, കണ്ടില്ലേ, ആ ബോട്ടിലിങ് കണ്ടാൽ അറിയാം സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഞാനിതുവരെ സ്മെൽ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. ഞാനിത് അതേപോലെ ഞാൻ യൂട്യൂബ് വീഡിയോ ചെയ്തിട്ട് യൂസ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവച്ചതായിരുന്നു, കൊടുത്തിട്ടില്ല ഉപയോഗിക്കാൻ. ഇതിന് ഇങ്ങനെ ഓപ്പൺ ചെയ്യാനുണ്ടോ? ഓ സി, ഇത് ഇങ്ങനെ തുറന്നു, വീണ്ടും ഇങ്ങനെ തുറക്കാണ്ട് കേട്ടോ. ഇത് ഉപയോഗിക്കണമെങ്കിൽ തന്നെ ഒരു 4 ആളെ നയിപ്പാണ്.
അടിപൊളി, ഭയങ്കര സ്ട്രോങ് അല്ലാത്തൊരു കൈൻഡ് ഓഫ് സെൻറ്റാണ്, ഒരു നല്ലൊരു മൈൽഡ്, ഗേൾസിനൊക്കെ ഇഷ്ടമാവുന്നൊരു കൈൻഡ് ഓഫ് സ്മെല്ലാണ്. പിന്നെ കൊടുത്തിട്ടുള്ളത് ഇതാ ഈ ഒരു 360 ഡിഗ്രി പെർഫ്യൂം. ഇതൊക്കെ ഏതാ ബ്രാൻഡ് എന്ന് പഠിച്ചോനറിയാം. പക്ഷെ ഇത് എപ്പോഴും സെമി യൂസ് ചെയ്യുന്ന പെർഫ്യൂമാണ് കേട്ടോ. ഇതെനിക്ക് പിടിച്ചു വെക്കാൻ പറ്റിയിട്ടില്ല. ദാ ഇത്രയായി കണ്ടോ ആൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ തായ്ലൻഡിൽ പോകുമ്പോഴും എപ്പോഴും എൻ്റെ ബാഗിലിട്ടോ എന്ന് പറഞ്ഞിട്ട് തരുന്നൊരു പെർഫ്യൂമാണ്. ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു പെർഫ്യൂമാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു ബാക്കാക്ക ഫ്രം ബോത്ത് മൈ സൈഡ് ആൻഡ് സെമീൻ്റെ സൈഡിൽ നിന്ന് താങ്ക് യു സോ മച്ച്. ഇനി അടുത്തതും നമുക്കൊരു മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ കവർ തന്നെയാണ്. ദിസ് ഇസ് അഗെയിൻ ഗോൾഡാണ് കേട്ടോ. അപ്പം ഈ ഒരു ഗിഫ്റ്റ് തന്നത് ബാക്കാക്കൻ്റെ ബ്രദറാണ്, അതായത് നമ്മൾ മൂത്താപ്പ എന്നാണ് വിളിക്കുന്നത്, ഫിനുവിൻ്റെ അങ്കിളായിട്ട് വരും. അപ്പം ഞാൻ ആകെ ഗോൾഡിൽ യൂസ് ചെയ്യുന്നത് ഇതുപോലെ സിമ്പിളായിട്ടുള്ള സാധനങ്ങളാണ്. അതായത് അത്രയും മൈന്യൂട്ട് വർക്കൊക്കെ ഉള്ള സിമ്പിൾ ഡിസൈൻസ് ഉള്ള സാധനങ്ങളെ ഉപയോഗിക്കാറുള്ളൂ. അതുപോലെ തന്നെ ഒരു പെൻഡൻ്റ് ഉള്ള ചെയിൻ, നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ അറിയാം. സോ അങ്ങനെയുള്ള ഒരാൾക്ക് വലിയ സംഭവങ്ങളൊന്നും കൊടുത്തിട്ട് കാര്യമില്ല ഗോൾഡിൽ, ഇടില്ല. ജസ്റ്റ് നമ്മളൊരു പേരിന് കൊടുക്കുന്നതിനെ കൊണ്ട് കാര്യമില്ലല്ലോ, ആളത് ഉപയോഗിക്കണ്ടേ. അപ്പം അങ്ങനെ ഭയങ്കര മീനിങ് ഫുൾ ആൻഡ് തോട്ട്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളൊരു ഗോൾഡാണ്, ഗോൾഡ് ഗിഫ്റ്റിംഗ് ആണ് എനിക്കിത് തോന്നിയത്. ഒരു കുഞ്ഞു മൂക്കുത്തിയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഗോൾഡിൽ പിന്നെ യൂസ് ചെയ്യുന്നൊരു സാധനം മൂക്കുത്തിയായിരിക്കും. ഇപ്പം ഞാൻ മാറ്റിയിട്ടുണ്ട് ഡയമണ്ടിലോട്ട്. അതുപോലെ തന്നെ ഒരു ഡയമണ്ട് മൂക്കുത്തിയാണിതും. അഗെയിൻ ഫ്രം മൈൻ ഗോൾഡൻ ഡയമണ്ട്സ്. നല്ല ക്യൂട്ടായില്ലേ, ഒരു സിംഗിൾ സ്റ്റോൺ ആയിട്ട് വരുന്നൊരു സംഭവമാണ്. എന്തായാലും അതും വളരെയധികം എന്താ പറയുക, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഗിഫ്റ്റായിരുന്നു. താങ്ക് യു സോ മച്ച് മൂത്താപ്പനോടും മൂത്താപ്പൻ്റെ ഫുൾ ഫാമിലിയുടെ അടുത്തു കേട്ടോ. താങ്ക് യു. ഇനി നമ്മുടെ ഗിഫ്റ്റ് വന്നിട്ടുള്ളത് എൻ്റെ ഒരു വെരി ബെസ്റ്റ് ഫ്രണ്ട് തന്നിട്ടുള്ളൊരു ഗിഫ്റ്റാണ്. ആളുടെ പേര് ആദില എന്നാണ്. 11th തൊട്ട് നമ്മൾ ഫ്രണ്ട്സാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കാറ്റഗറി എന്താണെന്ന് വെച്ചാൽ, എന്നെ കണ്ട ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെന്ന് തോന്നുമെങ്കിലും ഞാൻ വളരെ ചുരുങ്ങിയ ഫ്രണ്ട്സ് സർക്കിളിൽ ജീവിക്കുന്ന ഒരാളാണ്. സോ അങ്ങനത്തെ ഇതിൽ എന്താ പറയുക, എൻ്റെ വെരി ക്ലോസസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ആദില തന്ന ഗിഫ്റ്റാണ് നെക്സ്റ്റ് വൺ. സോ അവളെനിക്ക് ബാത്ത് ആൻഡ് ബോഡിയുടെ ഒരു ഗിഫ്റ്റ് ഹാമ്പറിൻ്റെ സെറ്റാണ് തന്നിട്ടുള്ളത്. ഞാൻ ഇത് സത്യം പറഞ്ഞാൽ ഈ റിബണൊന്നും കൊളാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിതുവരെ പൊട്ടിച്ചു നോക്കിയിട്ടില്ല. അപ്പോൾ ഞാനിത് സ്റ്റോറി ഇട്ട സമയത്ത് കുറേ പേര് ഇതിൻ്റെ ഫ്രാഗ്രൻസ് ഏതാണ് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ജപ്പാനീസ് ചെറി ബ്ലോസ് ആണ് കേട്ടോ. എന്തൊക്കെയാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിസ്റ്റ് ഉണ്ട്, അതുപോലെ ഒരു ബോഡി വാഷ് ഉണ്ട്, ഹാൻഡ് ക്രീം ഉണ്ട്, ആൻഡ് ഓൾസോ ഒരു ബോഡി ക്രീം ഉണ്ട്. അത്രയാണ് ഈ ഒരു സെറ്റിൽ വരുന്നത്. പിന്നെ തന്നെ പൊട്ടിച്ച് കാണിക്കണ്ടല്ലോ അല്ലേ, എല്ലാവർക്കും അറിയുന്ന സാധനമാണ് ബാത്ത് ആൻഡ് ബോഡിയുടെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ സെറ്റ്. അപ്പോൾ താങ്ക് യു ആദില, താങ്ക് യു സോ മച്ച്. അടിപൊളി ഗിഫ്റ്റാണ്. ഇനി നമുക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റിൻ്റെ കാര്യം ഞാനൊരു കഥയായിട്ട് പറഞ്ഞുതരാം. അപ്പം ഞാനും സെമി ഇങ്ങനെ റിസപ്ഷൻ സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഉമ്മൻ്റെ ഫാമിലിയിൽ നിന്ന് കുറേ പേര് സ്റ്റേജിലോട്ട് കയറി ഫോട്ടോ എടുക്കാൻ വന്നതാണ്. അപ്പം ഞാനിങ്ങനെ എല്ലാവരെയും ഗ്രീറ്റ് ചെയ്ത് എല്ലാവരോടും സംസാരിച്ച് ഇങ്ങനെ നിൽക്കാം. അപ്പം അവർ ഫോട്ടോ ഒക്കെ എടുത്ത് ഇറങ്ങാൻ നേരത്ത് എൻ്റെ കയ്യിൽ ഒരു എൻവലപ്പ് വന്നിട്ട് പറഞ്ഞു യു ആർ സൂൺ ഫ്ലൈയിങ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഞാനിങ്ങനെ സൂൺ ഫ്ലൈയിങ്ങോ, അപ്പം ഞാനിങ്ങനെ അതെന്താ സംഭവം അങ്ങനെ നോക്കിയപ്പം അവർ നമ്മളിപ്പോൾ തായ്ലൻഡിൽ പോയില്ലേ, അപ്പം നമ്മുടെ തായ്ലൻഡിൻ്റെ ടിക്കറ്റ്സ് അവരാണ് നമുക്ക് ഗിഫ്റ്റായിട്ട് തന്നത് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അന്ന് ഐ വാസ് സോ എക്സൈറ്റഡ്. ഞാൻ എന്താ പറയണ്ടേന്നൊന്നും അറിയില്ല. ജസ്റ്റ് സെറ്റ് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് നമുക്കത് പെട്ടെന്ന് അടുത്ത ആൾ കയറാൻ വേണ്ടിയിട്ട് അതങ്ങനെ പോയി. അപ്പം ഓഷിനക്കാണ് നമുക്ക് ഗിഫ്റ്റായിട്ട് എൻ്റെ കയ്യിൽ തന്നത് ആളാണ്. അപ്പോൾ ഫുൾ ഫാമിലിയുടെ വകയാന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. താങ്ക് യു സോ മച്ച്. എന്താ പറയുക, അങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ തായ്ലൻഡ് ട്രിപ്പ് ഉണ്ടാവില്ല. നമ്മൾ വേറെ ഏതെങ്കിലും സ്പോട്ടിലേക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും പ്ലാൻ ചെയ്യുന്നുണ്ടാവുള്ളൂ. കാരണം നമ്മൾ യു എയിലേക്ക് വരുന്നതും എല്ലാം കൂടെ ഒരുമിച്ചായതുകൊണ്ട് നമ്മുടെ ഹണിമൂൺ കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടിയതുകൊണ്ട് നമ്മളെല്ലാം ഷടവടയെന്നാക്കി. എന്തായാലും താങ്ക് യു സോ മച്ച് ഓഷിനക്ക ആൻഡ് എവ്രി വൺ. താങ്ക്സ് ഫോർ കമ്മിങ്. ഒരുപാട് സന്തോഷം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല, ബട്ട് സ്റ്റിൽ താങ്ക് യു സോ മച്ച്. അപ്പം അത്രയേ ഉള്ളൂ. ഇനി എൻ്റെ അടുത്ത ഗിഫ്റ്റ് വന്നിട്ടും എൻ്റെ ഒരു വെരി 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 ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള നെസ്രു തന്നിട്ടുള്ള ഗിഫ്റ്റാണ്. ആക്ച്വലി ഈ ഒരു ഗിഫ്റ്റിനും ഒരു സ്റ്റോറി ഉണ്ട്. ഇത് നിക്കാഹിൻ്റെ എന്നാണ് കേട്ടോ ആൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്യണേ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് പരിചയമില്ലാത്ത രണ്ടാൾക്കാർ രണ്ട് കവറായിട്ട് വരിക. ഒന്ന് ഗിഫ്റ്റ് റാപ്പ് ചെയ്തിട്ടുണ്ട്, ഒന്നൊരു കവറാണ്. അങ്ങനെ വന്നിട്ട് എൻ്റെ അടുത്തും സെമീൻ്റെ അടുത്തും പറഞ്ഞു നെസ്രുവിൻ്റെ
കസിൻസ് ആണെന്ന് പറഞ്ഞു. എന്നിട്ട് അവരെന്നെ ഗിഫ്റ്റ് ഏൽപ്പിച്ചിട്ട് പെട്ടെന്ന് പോവുകയും ചെയ്തു. ഐ മീൻ ഭയങ്കര സർപ്രൈസ് ആയിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ആണ് ഈ ഗിഫ്റ്റ് കൊണ്ടുതരുന്നത് കേട്ടോ. അപ്പോൾ അതിലുണ്ടായിരുന്ന ഒരു ഗിഫ്റ്റാണ് മയോപ്പിയുടെ ഈ ഒരു പെർഫ്യൂം. ഇത് ഏത് ഫ്രാഗ്രൻസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഫ്ലോറൽ നോട്ട്സ് ആണ്, ഫ്ലോറൽ ഫ്രാഗ്രൻസ് ആണ്. അടിപൊളിയൊരു മണമാണ് കേട്ടോ. നമുക്ക് ഒരുപാട് പെർഫ്യൂംസ് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇനിയും വരാനായിട്ട്. അപ്പം ഇതാണ് ആളുടെ ഗിഫ്റ്റ്. ഇതിൻ്റെ കൂടെ തന്നെ വേറെയും ഗിഫ്റ്റ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ പൊട്ടിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും ഇതിൽ കാണിക്കാനില്ല കേട്ടോ. വേറെയും കുറേ സമ്മാനങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അവള്. അപ്പം ഇതാണ് അതിൽ മെയിൻ ഗിഫ്റ്റ്. അപ്പം അതുണ്ട്. അപ്പം താങ്ക് യു സോ മച്ച് നെസ്രു. ഒരുപാട് സന്തോഷം. നീ വരാത്തതിൽ എനിക്ക് സങ്കടമുള്ളൂ. അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച്. ഇനി അടുത്ത ഗിഫ്റ്റ് വന്നിട്ട് എൻ്റെ കോളേജത്തെ, അതായത് ബിടെക് ക്ലാസ്മേറ്റ്സ്, ബിടെക് മേറ്റ്സ് എല്ലാവരും കൂടെ തന്നിട്ടുള്ളൊരു ഗിഫ്റ്റാണ്. അവരെല്ലാവരും വന്നിരുന്നു കേട്ടോ. കുറേ പേര് വന്നില്ല, കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പം വന്നവരുടെയൊക്കെ ഫോട്ടോ ഞാനിവിടെ കൊടുക്കാം, രസമല്ലേ. അപ്പോൾ അവരെനിക്ക് തന്നിട്ടുള്ളത് റെഡ്മി വാച്ച് 5 എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്മാർട്ട് വാച്ചാണ്. ഇത് ആക്ച്വലി ഞാൻ ഇതുവരെ സ്മാർട്ട് വാച്ച് യൂസ് ചെയ്യാത്ത ഒരാളാണ്, പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു. നമുക്ക് ഇനി മുതൽ യൂസ് ചെയ്യാമല്ലോ. അപ്പം ഞാനിത് എടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് പൊട്ടിച്ചു നോക്കണത്. ഈ സെമി അതിൻ്റെ ഇടയിൽ പൊട്ടിച്ചു നോക്കിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഇതാ ഇങ്ങനെ സ്മാർട്ട് വാച്ച്, പിന്നെ എല്ലാം ഒരുപോലെ ആയിരിക്കുമല്ലോ, എന്നാലും ഇതാണ് സംഭവം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഗിഫ്റ്റിംഗ് മീ ദിസ് വെരി സ്പെഷ്യൽ ഗിഫ്റ്റ്. താങ്ക് യു. ഇനി നെക്സ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഗിഫ്റ്റാണ്. ഇതും കുറച്ചൊരു പെർഫ്യൂം അങ്ങനത്തെ ഒരു സാധനങ്ങളാണ് കേട്ടോ. ഇതിൽ മെയിനായിട്ട് വരുന്നത് സ്പാ സിലോൺ ആയുർവേദയുടെ ഡീസ്ട്രെസ് ഡിസ്കവറി സെറ്റാണ്. ഇത് സത്യം പറഞ്ഞാൽ എന്തിനാണ് എങ്ങനെയാണ് ഉപയോഗിക്കുകയെന്നൊന്നും എനിക്കറിയില്ല. ഇത് സെമിയുടെ ഫാമിലിയിൽ നിന്ന് എനിക്ക് തന്ന ഗിഫ്റ്റാണ്. സംഭവം എന്തൊരു മണത്തിന് ഉപയോഗിക്കുന്ന സാധനമാണെന്ന് തോന്നുന്നു, കാരണം നല്ല അടിപൊളി സ്മെല്ലാണ്. റിലാക്സിങ് ബോഡി ക്ലെൻസർ ഉണ്ട്, പിന്നെ നമ്മളെ ബാത്ത് ആൻഡ് ബോഡി സെറ്റ് പോലെ തന്നെ അല്ലേ. ഓക്കെ, ഡീസ്ട്രെസ് ഹാർമനൈസിങ് എസൻസ് മിസ്റ്റ് ഉണ്ട്. പിന്നെന്താ ഉള്ളത്, ഇതെന്താ, ഹാർമനൈസിങ് ബാം ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വേറൊരു സാധനം കൂടി ഉണ്ടല്ലോ, കാമിങ് ബോഡി എലിക്സർ. എന്തിനാന്ന് എനിക്കറിയില്ല. സോ ഇതൊക്കെയാണ് ഈ ഒരു പാക്കറ്റിലുള്ളത്. സോ ഇത് എന്തായാലും സംഭവം ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സംഭവം. 6200 ആണ് ഇതിൻ്റെ മാത്രം പ്രൈസ് കേട്ടോ. അയ്യോ, ഇതപ്പം അത്രയും അടിപൊളി സാധനം ആയിരിക്കണമല്ലോ, എനിക്കറിയാത്തത് നോക്കണ്ട. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു ഇത് ഓഷനക്കയുടെ മാത്രം ഗിഫ്റ്റാണ്, കാരണം ആളുടെ ഹസ്ബൻഡാണ് എനിക്കിത് തന്നത്. പിന്നെ വരുന്നത് ഇതേ സ്പാസിലോണിൻ്റെ തന്നെ ബോഡി സ്പ്രേ ആണ്. അതും അടിപൊളിയാണ് കേട്ടോ. ഇതിന് മാത്രം 3900 അങ്ങനെ എന്തോ വരുന്നുണ്ട്. സോ ഗുഡ്, നല്ല രസമുള്ള മണമാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് ആണ് നമുക്ക് ഓഷനൊക്കെ ഗിഫ്റ്റ് ചെയ്തത് കേട്ടോ. ഇനി നെക്സ്റ്റ് ഗിഫ്റ്റ് വന്നിട്ട് എൻ്റെ ചൈൽഡ്ഹുഡ് ബെസ്റ്റി ബാനു എന്നാണ് ആളുടെ പേര്. ഷിഫാന എന്നാണ് ശരിക്കും പേര്, ഞാൻ ബാനു എന്നാണ് വിളിക്കുന്നത്. അവളുടെ ഉപ്പ എന്ന് പറയുന്നത് എൻ്റെ പപ്പൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അവളെന്ന് പറയുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അങ്ങനെ നമ്മൾ ബെസ്റ്റീസ് ആയതാണ് കേട്ടോ. നമ്മൾ സ്കൂൾ മുതൽ എനിക്ക് തോന്നുന്നു 7th വരെ ഒരുമിച്ച് തന്നെയായിരുന്നു പഠിച്ചതൊക്കെ. അപ്പോൾ അവൾ എനിക്ക് തന്ന ഗിഫ്റ്റാണ് ഇത്. ലാക്കോസ്റ്റയുടെ ഒരു വാച്ചാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു വാച്ചാണ്. എനിക്ക് വാച്ച് ഭ്രാന്ത് ഉള്ളതുകൊണ്ടായിരിക്കും അവൾ തന്നത്, അറിയില്ല. അപ്പം ഇതാണ് വാച്ച്. നല്ല രസമല്ലേ? അങ്ങനെ ഒരു സ്ക്വയർ ഡയലുള്ളത് എൻ്റെ കയ്യിൽ ഇതുവരെ ഇല്ല, ഇപ്പോഴാണ് കിട്ടിയത്. എന്തായാലും ഇറ്റ്സ് വെരി ക്യൂട്ട് ആൻഡ് താങ്ക് യു സോ മച്ച്. ഇനി എനിക്ക് കാണിക്കാനുള്ളതിൽ ഏറ്റവും ലാസ്റ്റ് ഗിഫ്റ്റ് ഇതാണ്. ഒരു വാച്ചാണ് കേട്ടോ. അഗെയിൻ ഇതെനിക്ക് തന്നിട്ടുള്ളത് ബുഷറാൻ്റെയാണ്. താങ്ക് യു സോ മച്ച്. അടിപൊളിയാണ് കേട്ടോ, കാരണം അതൊരു വിൻറ്റേജ് കൈൻഡ് ഓഫ് വാച്ച് പോലെയല്ലേ. ഒരു തിൻ ബ്ലാക്ക് സ്ട്രാപ്പും അതുപോലെ തന്നെ ഒരു ഗോൾഡ് ടൈലൊക്കെ വന്നിട്ട് നല്ലതായിരിക്കും നമ്മൾ കുറേ സ്റ്റാക്കൊക്കെ ചെയ്ത് സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത് ഞാൻ മിസ് ചെയ്തൊരു കാര്യമാണ്. അതായത് February 11th സെമിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ആൾക്ക് ഗിഫ്റ്റ് ചെയ്ത 2 സാധനങ്ങളും കൂടെ കാണിച്ചു തരാം. ആൾ പണ്ടേ പെർഫ്യൂമിൻ്റെ പ്രാന്തായതുകൊണ്ട് ഇതാ ഞാൻ ഈ ഒരു കോച്ചിൻ്റെ ഒരു പെർഫ്യൂം ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. തുറന്ന് പാക്കറ്റൊക്കെ താനെ തുറക്കൽ തുടങ്ങിയത്. ഇതാണ് പെർഫ്യൂം.
പ്രത്യേകിച്ച് മണത്തിനെ പറ്റിയിട്ടൊന്നും അറിയില്ലെങ്കിലും കോച്ചിൽ നിന്ന് കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. സംഭവം നല്ല ബോട്ടിലിങ്ങും നല്ല സെൻറ്റൊക്കെയാണ് കേട്ടോ. ആൾക്ക് ഇഷ്ടമായി എന്തായാലും. സോ അതുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ഒരു ആള് എപ്പോഴും കുളിക്കുന്ന ആളാണ്. അപ്പം ആൾക്കൊരു ഷവർ കിറ്റും കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. കിംബ്രിക്കയുടെ ഒരു ബോഡി വാഷ് ആൻഡ് ബോഡി ലോഷനും കൂടെ വരുന്നൊരു ക്യൂട്ട് ലിറ്റിൽ കിറ്റ്. ഇതിൻ്റെ കൂടെ വേറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒരു പൗച്ച് പോലെ വന്നിരുന്നത്. അപ്പം അത്രേ ഉള്ളൂ. ഇനി എനിക്ക് നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ ഉണ്ട്. ഒരു ഫ്രെയിം കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതെനിക്ക് ഷെരീഫയാണ് ഗിഫ്റ്റ് ചെയ്തത്. താങ്ക് യു ഷെരീഫ. ഞാനത് കൊണ്ടുവരാൻ പറ്റില്ല, കാരണം എല്ലാം ഈ വെയിറ്റിൻ്റെ ഒരു പ്രശ്നം കാരണം നമ്മളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. അതിൻ്റെ പിക്ക് ഞാനിവിടെ കൊടുക്കാം. എൻ്റെയും സെമിയുടെയും പേരൊരു കാലിഗ്രഫി പോലെയൊക്കെ എഴുതിയിട്ട് ഭയങ്കര ക്രിയേറ്റീവായിട്ട് ചെയ്തിട്ടുള്ള ഒരു ആർട്ട് വർക്ക് ആയിരുന്നു. എന്തായാലും താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് വെരി ക്യൂട്ട് ഗിഫ്റ്റ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഇത്രയൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വെഡിങ് ഗിഫ്റ്റ്സ് എന്ന് പറയുന്നത്. ഞാൻ കുറേ ആയി ഇത് വ്ളോഗായിട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിക്കണേ, കാരണം ഇതൊക്കെ ഇനി യൂസ് ചെയ്യണ്ടേ. അപ്പോൾ നമ്മളിതിങ്ങനെ എടുത്തു വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞാൻ എന്തെങ്കിലും വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും സീ യു ഓൾ ഇൻ ദ അതർ വീഡിയോ. അണ്ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ, ലവ് യു, ബൈ ബൈ.